വസന്തിന്റെ അഭിപ്രായത്തോടൊപ്പം ഇന്നലെ തിരുവനന്തപുരം വിമൻസ് കോളേജിലുണ്ടായ ഒരു പ്രസംഗവും വലിയ തോതിൽ വിവാദമായി മാറി. വിദ്യാഭ്യാസ വകുപ്പിന്റെ മൂല്യബോധന യാത്രയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലകൻ നടത്തിയ പ്രസംഗം വിവാദമാകുന്നു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന പരിപാടിയിലാണ് യാത്രാ ക്യാപ്റ്റൻ കൂടിയായ ഡോക്ടർ രജിത് കുമാർ സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസംഗം നടത്തിയത്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ച പെൺകുട്ടിയെയും പൊതുവേദിയിൽ രജിത് കുമാർ അപമാനിച്ചു. ഞാൻ ഉൾപ്പെടുന്ന പുരുഷവർഗത്തിന് ജസ്റ്റ് 10 മിനിറ്റ് മാത്രം മതി. ആസ് എ ബയോളജി മെഡിക്കൽ സയൻസ് ടീച്ചർ 10 മിനിറ്റ് മാത്രം മതി സ്പേം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ യൂട്രസിലേക്ക് അയക്കാൻ. പിന്നെ 10 മാസക്കാലം കുഞ്ഞ് വളരേണ്ടത് അമ്മ എന്ന സ്ത്രീയുടെ പെൺകുട്ടിയുടെ ഗർഭത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് സ്ത്രീ അടങ്ങി ഒതുങ്ങി നടക്കണം എന്ന്. ഇഷ്ടപ്പെട്ടില്ല. പയ്യൻ ഇവിടുന്ന് ചാടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്കും ചാടണം. ആൺകുട്ടികൾ ശ്രമിച്ചാൽ വളരെ വേഗം വളച്ചെടുക്കാനാകുന്നവരാണ് പെൺകുട്ടികൾ. 90% പെൺകുട്ടികളും രക്ഷിതാക്കളോട് കള്ളം പറഞ്ഞ് മൊബൈൽ ഫോണുമായി പ്രേമിച്ചു നടക്കുകയാണ്. നീ ആൺകുട്ടി ഈ പടികൾ ചാടി ഇറങ്ങുന്ന പോലെ നീ ചാടി ഇറങ്ങിയാലുണ്ടല്ലോ, ഒന്ന് സ്ലിപ്പ് ചെയ്ത് നീ ബാക്ക് ബോൺ ഇടിച്ചു വീണാൽ നിന്റെ യൂട്രസ് സ്ലിപ്പ് ചെയ്തു പോകും. അതിന് കഴിഞ്ഞാൽ നീ 3 to 5 lakhs ക്രെഡൻസിലും മറ്റു സ്ഥലത്തും കൊടുക്കേണ്ടി വരും യൂട്രസ് നേരെയാക്കാൻ. നിനക്ക് കുടുംബമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ രജിത്തിന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗം സഹിക്കാനാകാതെ പ്രതികരിച്ച പെൺകുട്ടിയെയും ഇയാൾ വെറുതെ വിട്ടില്ല. വേണം, നമുക്ക് ആ മോളോട് ക്ഷമിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. കാരണം എല്ലാം ജീനുകളുടെ പ്രശ്നങ്ങളാണ്, DNA-യും ജീനും. മനസ്സിലായോ? ഇനിയും സംസാരം തുടർന്നാൽ വിദ്യാർത്ഥിനികളുടെ പ്രതികരണം മോശമാകുമെന്ന് കോളേജിലെ അധ്യാപകർ മുന്നറിയിപ്പ് കൊടുത്തപ്പോഴാണ് രജിത് പുലഭ്യം പറച്ചിൽ നിർത്തി പ്രസംഗം അവസാനിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിവാദ പ്രസംഗം നടത്തിയ ഡോക്ടർ രജിത് കുമാർ നമ്മളോടൊപ്പം ഉണ്ട്. താങ്കൾ തന്നെയാണല്ലോ ഈ പ്രസംഗം നടത്തിയത്? ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ തന്നെയാണ്. ആണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൂല്യബോധന യാത്ര വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ഈ പറഞ്ഞ വാചകങ്ങളിലൂടെയൊക്കെയാണോ അവരത് പ്രാപ്തരാവേണ്ടത്? ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. പക്ഷെ എന്റെ മുഴുവൻ പ്രസംഗവും എന്റെ ക്ലാസും ഷോയും കാണാതെ ഇവിടെ ഒരു അരമണിക്കൂർ നേരം അതിനകത്ത് ഒരു സെന്റൻസിലെ ഒരു വാക്ക് മുറിച്ചെടുത്തിട്ട് ഇത് ഈ രീതിയിൽ മാറ്റി ഒടിക്കപ്പെടുമെന്ന് സ്വപ്നം പോലും കണ്ടില്ല. ഈ 5 വാചകത്തിൽ താങ്കൾ എന്താ ഉദ്ദേശിച്ചത്? ഈ 5 വാചകത്തിനും മുമ്പിലും പുറകിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്നില്ല. കാരണം ഞാനൊരു ബയോളജി അധ്യാപകനാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ അല്പം വേദഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളുമാണ്. വെറുതെ വിദ്യാഭ്യാസ വകുപ്പ് എന്നെ ഏൽപ്പിക്കില്ല. വിദ്യാഭ്യാസ വകുപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൂല്യബോധന സാങ്കത്യം ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞ 5 വാചകത്തിൽ അല്ല, ആ 5 വാചകം അത് പൂർണ്ണ വാചകങ്ങൾ തന്നെയാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആ വാചകങ്ങൾക്ക് മുമ്പിലുണ്ട്. എന്താണ്? ഒരു ഉദാഹരണത്തിന് 10 മിനിറ്റ് മതി ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ, ഞാനടക്കമുള്ള ഏതൊരു പുരുഷനും ഗർഭിണിയാക്കാൻ. അവർക്ക് 10 മാസം വേണം അവർക്ക് അത് പേറിക്കൊണ്ട് നടക്കാൻ. അല്ല, ഞാൻ ചോദിച്ചത് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാചകം എന്താ? താങ്കൾ എന്താ അതിൽ ഉദ്ദേശിച്ചത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ പറയാൻ അനുവദിക്കൂ. എനിക്ക് അവസരം തരൂ. ഒരു പുരുഷൻ എന്ന വ്യക്തിക്ക് സ്പേം പോവാൻ, ഒരു ഉറങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നൈറ്റ് എമിഷൻ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അയാളുടെ ബോഡിയിൽ നിന്ന് അത് പോകാൻ 10 മിനിറ്റ്സ് മതി, അല്ലെങ്കിൽ മിനിമം ടൈം മതി. പക്ഷെ ഒരു അമ്മയാകേണ്ട പെൺകുട്ടി, ഭാവിയിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരു പെൺകുട്ടി, ആൺകുട്ടിയാണെങ്കിൽ പോലും അതെ, ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായാൽ സ്ലിപ്ഡ് ഡിസ്ക് എന്ന് പറഞ്ഞ കയ്യിൽ നിന്ന് ഡിസ്ക് തെറിച്ചു പോകാറുണ്ട്. ശ്രദ്ധയോടെ പെൺകുട്ടികളുടെ ജീവിതം ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണമെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അനുശാസിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കളെ പോലെ ഞാൻ 2 ലക്ഷത്തിലധികം പേർക്ക് ക്ലാസ് എടുത്തു കേരളത്തിലെ ഈ ഷോയിൽ, അല്ലെങ്കിൽ ഈ 2 ലക്ഷത്തിലധികം 1,99,999 പേരും കരയുകയും അംഗീകരിക്കുകയും സന്തോഷിക്കുകയും അവർക്ക് കൂടുതൽ ക്ലാസ് വേണമെന്ന് പല ടീച്ചേഴ്സും രക്ഷകർത്താക്കളും താല്പര്യപ്പെട്ടപ്പോൾ ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ്. അത് ഈ ഷോയിൽ തന്നെ ബാക്കി ഇരുന്ന 90-ലധികം പെൺകുട്ടികളും കൈപൊക്കി. അവർ കഴിഞ്ഞ 1 വർഷത്തിനകത്ത് മാതാപിതാക്കളോട് സത്യം പറയാത്തവരാണെന്ന്. സത്യം എന്നുള്ളത് ഒരു പ്രധാന സംഭവമാണ്. താങ്കളുടെ ക്ലാസ് എടുക്കാനുള്ള കഴിവിനെയോ ഇതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. മൂല്യബോധനത്തിന് വേണ്ടി പെൺകുട്ടികളെ അതിക്രമങ്ങളിൽ നിന്ന് ചെറുത്തു നിൽക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഞാനൊന്ന് ചോദിച്ചു തീർന്നോട്ടെ, നടത്തുന്ന ഒരു പ്രചരണം, അവിടെ പെൺകുട്ടികൾക്ക് ശാരീരികമായ അവരുടെ ദൗർബല്യങ്ങൾ, അവർക്ക് അവരുടെ ലൈംഗികപരമായ ഉള്ള പരിമിതികളെ കുറിച്ച് അവരെ പറഞ്ഞ് അവരുടെ മനസ്സടപ്പിക്കുകയാണോ താങ്കൾ ചെയ്യുന്നത്? അതല്ല, അവരെ സാമൂഹ്യമായി മുമ്പോട്ട് പോകാനുള്ള കരുത്തു നൽകുകയാണോ വേണ്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മളോടൊപ്പം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോഡി ഗാർഡോ അല്ലെങ്കിൽ പോലീസോ അങ്ങനെയൊന്നും, അവനവൻ തന്നെയാണ് അവനവനെ സംരക്ഷിക്കേണ്ടത്. ബയോളജിയോടൊപ്പം ഞാൻ ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്. ഇത് എന്റെ ഭഗവത്ഗീതയാണ്.
ഈ ഭഗവത്ഗീതയിൽ ആ സൃഷ്ടാവ് പറയുന്നുണ്ട്, അവനവനെ ഉയർത്തണം, അവനവനെ നിയന്ത്രിക്കണം. കണ്ണുകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ എവിടെയെങ്കിലും ആണ് ചാടുന്നത് പോലെ പെണ്ണ് ചാടിയാൽ സ്ഥാനം തന്നെ പോകുന്നു, ഹോസ്പിറ്റലിൽ പോയി 3 ലക്ഷം രൂപ ചെലവാക്കണമെന്നും പറഞ്ഞു. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ 2012 കഴിഞ്ഞ വർഷം ജൂൺ 28 പുറത്തിറക്കിയ പത്രമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ, സ്കിന്നി ജീൻസ് ആൻഡ് കോസ് നെർവസ് ഡിസോർഡർ ആൻഡ് ഗൈനക്കോളജിക് പ്രോബ്ലംസ്. അപ്പം ജീൻസ് ധരിച്ചാലും അതെ, പെൺകുട്ടികളുടെ ബോഡി, അത്ലറ്റ്സിനെ യൂറോപ്യൻസിനെ ഒക്കെ എടുത്തോളൂ, അത്ലറ്റ് അങ്ങനെയുള്ള ബോഡി ആയി കഴിയുമ്പോൾ ആ ലെവലിൽ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഫ്യൂച്ചറിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടാവും. താങ്കൾക്ക് ബയോളജി ക്ലാസ്സിലോ അതല്ല ഒരു ആശുപത്രിയിലെ കൌൺസിലിംഗിലോ ഇത് പറയാം. പക്ഷെ കേരളത്തിലെ 14 ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി നടത്തുന്ന മൂല്യവർദ്ധന ക്ലാസുകളിലാണോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു? ടൈംസ് ഓഫ് ഇന്ത്യ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, കേരളം മൊബൈൽ ഫോണുകളിലെ അശ്ലീലമായ സീഡികളിൽ നമ്പർ. താങ്കൾ ടൈംസ് ഓഫ് ഇന്ത്യ പറയേണ്ട, അത് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് പുരുഷനോടൊപ്പം സ്ത്രീക്ക് കരുത്തില്ല, പുരുഷൻ ചാടുന്നത് സ്ത്രീ ചാടരുത്, പുരുഷന് 10 മിനിറ്റ് മതി, 10 മാസം വേണം സ്ത്രീക്ക്. ഇത്തരത്തിൽ ശാരീരികമായും സാമൂഹ്യമായും സ്ത്രീകൾക്ക് പരിമിതിയുണ്ടെന്നും അതടങ്ങി മര്യാദയ്ക്ക് ജീവിച്ചാൽ മറ്റുള്ളവരുടെ സന്ദേശമാണോ കേരളത്തിലെ 2 പെൺമക്കളുള്ള അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകും. ഈ ഷോ കംപ്ലീറ്റ് കേട്ടുകൊണ്ട് കൊല്ലം വിമൻസ് കോളേജിൽ ഇതേ ഷോ 1.5 മണിക്കൂർ എടുത്തല്ലോ. തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററായ രാഘവൻ സാർ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങൾക്ക് ഈ കേരളം മുഴുവൻ റിസർച്ച് വിങ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഓരോ സ്ഥലങ്ങളിലും തിരുവനന്തപുരം ജില്ലയിൽ കയറി ഞങ്ങളുടെ സംഘാടകർ മാർവേനിസ് കോളേജാണ് വെന്യൂ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വിമൻസ് കോളേജ് കൊടുത്താൽ നല്ലതായിരിക്കും, കാരണം കൂടുതലും പെൺകുട്ടികൾ. സംപ്രേഷണം ചെയ്തതിനു ശേഷം പല പെൺകുട്ടികളും ഇത് കേട്ടുകൊണ്ടിരുന്നവർ ഞങ്ങളോട് പ്രതികരിച്ചത് ആരാദ്യം പോയി ഇതിനോട് ചെറുക്കുമെന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് താങ്കളുടെ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നത്? ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിർത്തിയില്ല. മിനിസ്റ്റർ വരുന്നു, അതുകൊണ്ട് തീരാ. ഞങ്ങളുടെ പാക്കേജിൽ 1/2 മണിക്കൂറുള്ളത് തീർന്നു. മന്ത്രിയും മുഖ്യമന്ത്രിയും നിയമസഭയിലെ ബഹളം കാരണം വരാൻ വൈകി. താങ്കൾ പ്രസംഗം നീട്ടിക്കൊണ്ടിരുന്നു. സംഘാടകർ എന്താണ് താങ്കളോട് ഒന്ന് പറഞ്ഞ പ്രസംഗം? അതൊന്നും എന്റെ കയ്യിലുള്ള സംഗതിയല്ല. ഞങ്ങളോടൊപ്പം ബിന്ദു എന്ന് പറഞ്ഞ കായംകുളം സ്കൂളിലെ ഗേൾസ് സ്കൂളിലെ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ സ്കൂളിൽ അതിന് 2 ദിവസം മുമ്പ് 2000-ലധികം പേരെയാണ് ആ കായംകുളം മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഈ ഷോ നടന്നത്. നിങ്ങൾക്ക് അവിടെ അന്വേഷിക്കാം. എല്ലാവരും വീണ്ടും 132 സ്ഥലങ്ങളിൽ ക്ലാസുകൾക്ക് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ക്ലാസ് എടുക്കുന്നു. കൌൺസിലിംഗ് ക്ലാസും ബയോളജി ക്ലാസ്. എന്റെ 200 പിള്ളേർ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്നു ഫ്രീ ആയിട്ട്. ഞാൻ ജീവകാരുണ്യ പ്രവർത്തനാണ്. ജെയിംസ് വർഗീസ് IAS ആണ് ആദ്യമായി എനിക്ക് ഓർഡർ തന്നത് ക്ലാസുകൾ എടുത്തോളാൻ. എന്റെ നന്മകൾക്ക് 2010 എനിക്ക് രാഷ്ട്രസേവന പ്രതിഭ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ പുറകെ സത്യസന്ധം എന്താണ് സത്യം, എന്താണ് ധർമ്മം എന്ന് നോക്കാൻ ആരും ചുഴിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി എടുത്തില്ല. ഇതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു വാക്കെടുത്തിട്ട് അത് വിശുദ്ധ ഖുർആനിൽ കോട്ട് ചെയ്ത വാക്കാണ്. വീണ്ടും വീണ്ടും താങ്കൾ കുഞ്ഞു വാക്കെന്ന് പറയുന്നത് താങ്കൾ പൂർണ്ണമായി പറഞ്ഞ 26 മിനിറ്റ് പ്രസംഗം ഞാനെന്ന് കേട്ടിരുന്നു. എനിക്ക് മോന്റെ പേരറിയില്ല. ഒരു കാര്യം ഞങ്ങളുടെ ലേഖനത്തിൽ മുഴുവൻ സാക്ഷിയാണ്. ഇത് സംപ്രേഷണം ചെയ്തതിനു ശേഷം പല പെൺകുട്ടികളും പറയുന്നത് ആരാദ്യം പ്രതികരിക്കണമെന്ന് ഓർത്തു മാത്രം പലരും പ്രതികരിച്ചില്ല. മാത്രം പ്രതികരിച്ചു. ചാനലിൽ ഫുൾ കാര്യങ്ങൾ റെക്കോർഡാണ്. എന്റെ പോലീസ് അക്കാഡമിയിലെ ക്ലാസ് കണ്ട് SPC സ്റ്റുഡൻസിന് മാറ്റം വരുന്നത് കണ്ടിട്ടാണ് പോലീസ് അധികാരികൾ അതിലേക്ക് വിളിച്ചത്. അവിടെ തന്നെ ഞാൻ 65ഓളം ക്ലാസ്സുകൾ എടുത്തു. SPC കുട്ടികളോട് ചോദിക്കൂ, പാരന്റ്സിനോട് ചോദിക്കൂ. ഫുൾ വിക്ടേഴ്സ് ചാനൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിലെ മുഴുവൻ ഷോ എടുത്തു വെച്ച് നോക്കൂ. ഈ കേരളത്തിൽ നടന്ന ആധ്യാത്മികതയിലാണോ അതോ ജീവശാസ്ത്രത്തിലാണോ അതോ അതെ, ദൈവം എനിക്ക് തന്ന കഴിവ്. ബൈബിൾ മാത്രമല്ല, വിശുദ്ധ ഖുർആനും എന്റേതായ ഖുർആനും ഉണ്ട്. ലോക ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം വെച്ചുകൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബയോളജി ജീവശാസ്ത്രത്തിലാണോ അതല്ല എന്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ്. എന്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജി. കേരള യൂണിവേഴ്സിറ്റി എനിക്കിത് പഠിപ്പിക്കാൻ അധികാരം തന്നിട്ടുണ്ട്. ബയോളജി പഠിപ്പിക്കുക. ഇതിൽ പ്രതിഷേധമുയർത്തി ആര്യ എന്ന പെൺകുട്ടിയുണ്ട്. ആര്യ, ഇവിടെ രജിത് കുമാർ പറയുന്നത് 100 കണക്കിന് പെൺകുട്ടികൾ വളരെ ക്ഷമയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രസംഗം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെൺകുട്ടികളെ പ്രതികരണശേഷി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ മാധ്യമോപാധിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എന്തായിരുന്നു അന്നേരം തോന്നിയത്? ഇവിടെ മൈക്രോബയോളജി ആണോ ബയോ കെമിസ്ട്രി ആണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതല്ല. അവിടെ വന്നിരുന്ന യാത്രയുടെ ഉദ്ദേശം, അതിന്റെ ടൈറ്റിൽ ഞാൻ കണ്ടത് മൂല്യബോധന യാത്ര എന്നായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സർക്കാർ നേതൃത്വത്തിലുള്ള മൂല്യബോധന യാത്രയുടെ സമാപന സമ്മേളനമായിരുന്നു ഞങ്ങളുടെ കോളേജ് വെച്ച് നടന്നത്.
പെൺകുട്ടികൾക്ക് മൂല്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സാർ ഇങ്ങനെയായിരുന്നോ എനിക്കറിയത്തില്ല. ബയോളജി എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി ബയോളജി ആയിട്ട് ബയോളജിയുടെ ബാക്കിങ്ങോട് കൂടി തന്നെ സാർ പറയാൻ ശ്രമിച്ചത് നല്ല കാര്യമാണോ, അതിനൊരു ഗുഡ് ഇഫക്റ്റ് ആണോ ബാഡ് ഇഫക്റ്റ് ആണോ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്രയധികം പ്രോബ്ലം നമ്മളുടെ സൊസൈറ്റിയിൽ തന്നെ, അതും റേപ്പ് കേസസും ഒക്കെ ഇത്രയധികം കൂടി വന്നിട്ട് സ്ത്രീ ശാക്തീകരണമെന്നും അതുപോലെ തന്നെ പെൺകുട്ടികൾ കൂടുതൽ ബോൾഡ് ആകണമെന്നും എന്തിനോടും പ്രതികരിക്കണമെന്നുമാണ് പൊതുവെ സർക്കാർ നൽകുന്ന എല്ലാ സന്ദേശങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജുകളിൽ നൽകുന്ന ക്ലാസ്സുകളിൽ പോലും പറയുന്നത്. ആര്യ, ഇവിടെ രജിത് കുമാർ പറയുന്നത് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ അദ്ദേഹം ഈ അവബോധന ക്ലാസ് നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ്. എല്ലാവർക്കും അത് നന്നായി ദഹിച്ചുവെന്നും. തീർച്ചയായിട്ടും ഭാഷ ഉത്ഭവിച്ചത് പോലും ലാംഗ്വേജ് ഈസ് എ മാൻ മെയ്ഡ് മീഡിയം. മാൻ ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും റിലീജിയസ് ആയിട്ടുള്ള പല മതഗ്രന്ഥങ്ങളിൽ പോലും മെയിൽ ഷോവിനിസ്റ്റിക് ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ മതഗ്രന്ഥങ്ങൾ എന്തു പറഞ്ഞാലും അതിനെ കണ്ണും പൂട്ടി സ്വീകരിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് എന്റെ നിലപാട്. ഞാൻ തിരിച്ചു വരാം. സ്റ്റുഡന്റ് കേഡറ്റ് പോലീസുമായി താങ്കളുടെ ബന്ധം എന്താണ്? എന്റെ ക്ലാസ്സുകൾ, ഈ കൌൺസിലിംഗ് ക്ലാസ്സുകൾ നടക്കുന്നത് കണ്ടിട്ട് പല കുട്ടികളുടെയും വരുന്ന മാറ്റങ്ങൾ പോലീസിന് വ്യക്തമായി മനസ്സിലാക്കി